ഹരിയാനയിലെ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നിന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ പ്രതികളാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് ഹരിയാനയിൽ സീറ്റ് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുത്തു എന്ന് പറയുന്നു. ശരിക്കും കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു ആരോപണം തന്നെയല്ലേ ഇത്? അതായത് ആ പത്രസമ്മേളനം നടന്നിട്ട് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കില്ല നമുക്കറിയാം. കാരണം അവര് വലിയ കുടുംബമാണല്ലോ, ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബം. അവര് ആര് കാശും തട്ടിച്ചു എന്ന് പറഞ്ഞാലും പ്രതികരിക്കില്ല. കാരണം എന്താണ്? നാഷണൽ ഹെറാൾഡ് കേസില്ലേ, അതെ, ഒരുപാട് കോടികളുടെ തട്ടിപ്പ്. അത് മാർച്ച് 9-ാം തീയതി വിചാരണ തുടങ്ങാൻ പോവാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒരു സംഭവം കോൺഗ്രസിന്റെ മുകളിൽ കാണും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ പ്രതികളല്ലേ? നാഷണൽ ഹെറാൾഡ് കേസ്, ബോഫോഴ്സ് ഒക്കെ ഇരിപ്പില്ലേ, ധാരാളം കേസുകൾ, ആയുധ ഇടപാടുകളൊക്കെ ഇല്ലേ, വലിയ തുകകളൊക്കെ മേടിച്ചിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കും കുടുംബത്തിനും ഈ 7 കോടി രൂപയുടെയാണ് ഈ ആരോപണം. ഹരിയാനയിൽ ഒരു സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാല്, KC വേണുഗോപാലിന്റെ സെക്രട്ടറി അനസ്, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാം കൂടി ചേർന്ന് 7 കോടി വാങ്ങി പറ്റിച്ചു. തിരിച്ചു കൊടുക്കുന്നില്ല എന്നാണ് ഗൗരവ് കുമാർ എന്ന് പറഞ്ഞ ഹരിയാനയിലെ 56 കൊല്ലമായിട്ട് കോൺഗ്രസ് കുടുംബമാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ. എന്തിന്? ഈ ഗൗരവ് കുമാർ ഹരിയാനയിലും മുമ്പത്തെ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്ന് പത്രസമ്മേളനം നടത്തിയത് എന്താന്ന് വെച്ചാൽ, ഈ പ്രതികൾ മുഴുവൻ കേരളവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP, കൊടിക്കുന്നിൽ ഇവിടെ നിന്നുള്ള മറ്റേവര് രണ്ടുപേരും ഇവിടെ നിന്നുള്ള MP-മാര് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് DGPക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൗരവ് കുമാർ പറയുന്നത് ബാവൽ സീറ്റ് ഹരിയാനയിലെ കൊടുക്കാം എന്നാണ് KC വേണുഗോപാല് വാഗ്ദാനം കൊടുത്തിരുന്നത്. ബാവൽ സീറ്റ് ശരിയാണ്. അങ്ങനെ ഒരു സീറ്റ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. ബാവൽ എന്ന് പറഞ്ഞ സീറ്റ് ഉണ്ട്. അവിടെ മത്സരിച്ചിട്ടുള്ളത്, കോൺഗ്രസ് സീറ്റ് കൊടുത്തിട്ടുള്ളത് ഡോക്ടർ ML രംഗയ്ക്കാണ്. ഇത് SC സീറ്റാണ്, പട്ടികജാതി സംവരണ സീറ്റാണത്. അപ്പൊ പട്ടികജാതി കുടുംബത്തിനെയാണ് പറ്റിച്ചിരിക്കുന്നത്. ആര്? കൊടിക്കുന്നിൽ സുരേഷും കൂടി ചേർന്നിട്ട് പറ്റിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എങ്ങനെ ഇതിൽ വന്നു പെട്ടു എന്ന് ഞാനും ആലോചിച്ചേ. അപ്പൊ നോക്കുമ്പോഴാണ് ബാവൽ പട്ടികജാതി സംവരണ സീറ്റാണ്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ML രംഗ ആയിരുന്നു. 42.54% വോട്ട് കിട്ടി. അവിടെ ജയിച്ചത് ഡോക്ടർ കിഷൻ കുമാർ, BJP സ്ഥാനാർത്ഥിയാണ്. 55.28% അല്ലേ? 55 എന്ന് പറയുമ്പോൾ 13% വോട്ട് കൂടുതലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ. തോറ്റുപോയി. അപ്പൊ ബാവൽ സീറ്റ് ഉണ്ട് എന്നുള്ളത് ശരി. ഗൗരവ് കുമാറിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. കൊടുത്തിട്ടുമില്ല. കാരണം സ്ത്രീയല്ലല്ലോ അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പോ ചോദിച്ചപ്പോൾ ആട്ടുകയായിരുന്നു ഇവരെന്നാണ് പറയുന്നത്. പണം തിരിച്ചു വേണം. ഈ കൊടുത്ത 7 കോടി രൂപ തിരിച്ചു ചോദിച്ചപ്പോൾ ആട്ടുകയായിരുന്നു. ഈ 7 കോടി രൂപ കൊടുത്തതിന്റെ രേഖകളൊക്കെ പത്രസമ്മേളനത്തിൽ ഹാജരാക്കി ഗൗരവ് കുമാർ. DGPക്കുള്ള പരാതിയിലും രേഖകൾ, ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ പണത്തിന്റെ, അതിന്റെ രേഖകൾ ഹാജരാക്കുന്നുണ്ട്. അതാണിത് വെറുതെ ഒരു ആരോപണമല്ല എന്ന് തോന്നാനും നമ്മൾ ചർച്ച ചെയ്യാനും കാരണം. ജൻപത്തിലെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് പൈസ കൊടുത്തത് എന്ന് ഗൗരവ് കുമാർ പറയുന്നു. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ PA-മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കൊടിക്കുന്നിൽ സുരേഷിന് മാത്രം, അദ്ദേഹമല്ലേ ഈ പട്ടികജാതി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, കൊടിക്കുന്നിൽ സുരേഷിന് മാത്രം 1.6 കോടി രൂപ കോഴയായിട്ട് ഈ ബാവൽ സീറ്റിന് വേണ്ടി കൊടുത്തു എന്നാണ് ആരോപണം. KC വേണുഗോപാലിന്റെ PA അനസിനും പണം കൊടുത്തു.
അത് KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കൊടുത്തതെന്ന് ഗൗരവ് കുമാർ ആരോപിക്കുന്നു. അതായത് സീറ്റ് തന്നേക്കാം, കാശ് മേടിച്ചിട്ടേ നിങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ക്യാമ്പയിനും ഒക്കെ തുടങ്ങി. ക്യാമ്പയിൻ്റെ ചെലവും ഒക്കെ കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പട്ടിക വന്നപ്പോൾ സീറ്റില്ല. 1.5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞും പണം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ വന്നതെന്ന് ഗൗരവ് കുമാർ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ വരുന്നതിന് മുമ്പ് KC വേണുഗോപാലിന്റെ PA അനസിനെ വിളിച്ചു, പൈസ തരുമോ, ഞാനിങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനസിന് 40 തവണ ഫോണിൽ വിളിച്ചു എന്ന് ഗൗരവ് കുമാർ ഈ പൈസയുടെ കാര്യം പറയാം. അപ്പൊ അനസ് പറഞ്ഞു, എന്തെങ്കിലും ഒരു പദവി തരാം, ഇനി പൈസ തരില്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പദവി വേണ്ട, 7 കോടി രൂപ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 56 വർഷം കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ് ഈ ഗൗരവ് കുമാർ എന്ന് പറയുന്നുണ്ട്. ഗൗരവമുള്ള ആരോപണമാണ് ഇത്. പത്രസമ്മേളനം നടന്നിട്ട് ഒരു ദിവസമായിട്ടും KC വേണുഗോപാലും കൊടുക്കുന്ന ശേഷം പ്രതികരിച്ചിട്ടില്ലല്ലോ. അവര് പ്രതികരിക്കാത്തത് എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധിയും പ്രതിയാണല്ലോ. അപ്പൊ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത പൈസ ഉണ്ടല്ലോ, അത് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കാനും പറ്റില്ലല്ലോ ഗൗരവ് കുമാറിന്. വലിയ പുള്ളികളല്ലേ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമ്പോ. അപ്പോ പ്രിയങ്ക ഗാന്ധി മേടിച്ചതും കൂടി ഇവര് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം ഇവർക്കും ഉണ്ടാവുമല്ലോ. കാരണം നെഹ്റു കുടുംബത്തിലെ ആരെങ്കിലും കാശ് മേടിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പ്രിയങ്ക എത്ര മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതും കൂടി കൊടുക്കുന്നതിലും KCയും കൂടി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാവാൻ ന്യായമായ സംശയം ഇല്ലേ? ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്, നമ്മൾക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷെ ഇത്തരം ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് KC വേണുഗോപാലിനെതിരെയും കൊടിക്കുന്നിൽ സുരേഷിനെതിരെയുമുള്ള ഈ ആരോപണത്തിന്റെ വാർത്തകൾ ഇനി വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമല്ലോ. അത് കോൺഗ്രസിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചാലും അവർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ. അല്ല, മത്സരിക്കുന്നില്ല. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിക്ക് വലിയ ഒരു ഡാമേജ് ഉണ്ടാക്കില്ല. കാരണം KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന എന്ന തരത്തിലുള്ള ചില നരേറ്റീവുകളൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥിതിക്ക് ഇതൊക്കെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ കോട്ടയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ ഈ ബൊഫോഴ്സ് കോഴ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. നിങ്ങൾ ഈ കോഴ ഇവിടെ നിറയുമെന്നല്ലേ ചോദിച്ചു? അതെ. ബൊഫോഴ്സിൽ 64 കോടി രൂപ രാജീവ് ഗാന്ധി മേടിച്ചിട്ട് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് വല്ല ഗുണം ഉണ്ടായോ? അന്ന് കോൺഗ്രസ് കോട്ടയത്ത് ഒരു കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചേ ശരിയാണ്, ബൊഫോഴ്സ് ഞങ്ങള് കോഴ 64 കോടി രൂപ മേടിച്ചു എന്നുള്ളത് ശരിയാണ്. അതാണ് ഇവിടെ വികസനത്തിന് വേണ്ടി ഒഴുകുന്നത്. ഇങ്ങനെ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ ശരിയാണ്, KC വേണുഗോപാലും കൊടുക്കുന്ന സുരേഷും വാങ്ങിച്ചു, അതാണ് ഞങ്ങൾ ഇവിടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ്സുകാരെന്ത് പറയും? എല്ലാവർക്കും കൊടുക്കുകയാണ്. നിങ്ങളുടെ പ്രചരണത്തിന് ഞങ്ങൾ തരുന്നത് ഇങ്ങനെ മേടിക്കുന്ന പണമാണെന്ന് KC വേണുഗോപാലും കൊടുക്കുന്ന സുരേഷും നിലപാടെടുത്താൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഈ കേരളത്തിൽ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ അത് ചെറുതല്ലാത്ത രീതിയിൽ ദോഷകരമായി ബാധിക്കുമോ? സാറിന്റെ നിലപാടെന്താ? ഈ ബാധിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദോഷകരമായി എന്ന് ചേർക്കരുത് എന്ന് മറ്റേ വൈയാകരണന്മാര് പറയാറുണ്ട്. ബാധ എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവാ, അത് ബാധിക്കുന്നു എന്ന് മാത്രമേ പറയാവൂ എന്ന് നിയമമുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൽ കുറേം കൂടി ഗൗരവമായിട്ട് കാണുന്നത്, ഇതിൻ്റെ അകത്ത് മറ്റേ പട്ടികജാതി അട്രോസിറ്റി ഉണ്ട്. അത് ഗൗരവമുള്ള കേസല്ലേ? വെറുതെ പറ്റിക്കുന്നത് പോലെയല്ലല്ലോ. ഒരു പട്ടികജാതി കുടുംബത്തിനെയാണ് വഞ്ചിക്കുന്നത്. അതിൽ പട്ടികജാതിക്കാരനായ ഇന്ന് അവകാശപ്പെടുന്ന അതിലും കേസുണ്ടല്ലോ. കൊടുക്കുന്നൂർ സുരേഷിന്റെ ശരിക്കും പേര് മാണിക്യൻ എന്നായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ? പിന്നെ PT തോമസ് മതം മാറി കഴിഞ്ഞാല് വീണ്ടും തിരിച്ചു വന്നാൽ സ്ഥാനാർത്ഥിയാകാന്നൊക്കെ പറഞ്ഞിട്ടായതാണെന്നൊക്കെ കോൺഗ്രസ്സുകാരും കഥകൾ പറയാറുണ്ട്. എന്തായാലും മൊത്തം 7 കോടി രൂപയുടെ ഒരു ആരോപണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെ സെക്രട്ടറി അനസിന്റെയും കൊടുക്കുന്നൂർ സുരേഷിന്റെയും പേരിൽ, കൊടുക്കുന്നൂർ സുരേഷ് തന്നെ 1.6 കോടി മേടിച്ചു എന്ന്. കാരണം ഈ പട്ടികജാതി കാര്യങ്ങൾ നോക്കുന്ന ആൾ നിലയ്ക്ക്
കൊടിക്കുന്നിൽ സുരേഷിന് കുറച്ചധികം കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ശരിയാണെങ്കിൽ. അതിപ്പോ DGP അന്വേഷിക്കണമല്ലോ. അതെ, DGP അന്വേഷിക്കുകയും ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുകയല്ലേ. അപ്പോ രേഖകളുണ്ട്, കൈമാറിയത്, തുക കൈമാറിയതിന്റെ രേഖകളുണ്ട്. രേഖകളുള്ളതുകൊണ്ടായിരിക്കും ഇവര് ഇത് എതിർത്ത് രംഗത്ത് വരാത്തത്. അപ്പൊ ഇത് ഗൗരവമുള്ളൊരു ആരോപണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.